ഹലോ മൈ ഡിയേഴ്സ് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. മക്കളെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. നമ്മളുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ സബ്ജക്റ്റില് സെക്ഷൻ സിയിലാണ് ഈ NPO എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉള്ളത്. സെക്ഷൻ സി നമുക്ക് 20% വരെ എക്സാമിന് ചോദിക്കാവുന്ന ചാപ്റ്റർ ആണ് സെക്ഷൻ സി എന്ന് പറയുന്നത്. അതിനകത്തെ ഒരു ചാപ്റ്റർ ആണ്. അത് സെക്ഷൻ സിയിൽ മൂന്ന് യൂണിറ്റുകളായിട്ടാണ് ഉള്ളത്. ഒരു യൂണിറ്റ് ഫൈനൽ അക്കൗണ്ട്സ്, ഒരു യൂണിറ്റ് NPO, ഒരു യൂണിറ്റ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. ഇപ്പൊ ഈ മൂന്നെണ്ണത്തിൽ ഏത് വേണമെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ആയിട്ട് നമുക്ക് ചോദിക്കാം. കോർ ഏരിയ ആണ്. അപ്പോൾ നല്ലോണം മനസ്സിലാക്കി കോൺസെപ്റ്റിലായിട്ട് തന്നെ നമുക്ക് ഈ ചാപ്റ്റർ പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ അക്കൗണ്ട്സിന്റെ ബേസ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെ? പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളുടെ എന്ത് എക്സ്പെക്ടേഷനോട് കൂടിയിട്ടാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക? ടു ഏൺ മോർ പ്രോഫിറ്റ് കൂടുതലും ഏൺ ചെയ്യുക എന്നുള്ള എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്തും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ അങ്ങനെ അല്ലാതെ സ്റ്റാർട്ട് ചെയ്യണം അല്ലാത്ത ബിസിനസ്സുകളും ഉണ്ട്. അപ്പോൾ അത് എന്ത് തരത്തിലുള്ള ബിസിനസ് ആയിരിക്കാം? സൊസൈറ്റിക്ക് എന്തെങ്കിലും ഒരു സർവീസ് ചെയ്തു കൊടുക്കണം എന്നുള്ള മോട്ടീവ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണ ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ some organizations or institutions are constituted to provide valuable service to the society and not with the primary objective of earning profit. Primary objective, main motive എന്ന് പറയുന്നത് to earn more profit എന്നല്ല, to earn profit എന്നല്ല. പകരം സൊസൈറ്റിക്ക് എന്തെങ്കിലും ഒരു സർവീസ് ചെയ്തു കൊടുക്കാം, അല്ലെ? സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യണം, സൊസൈറ്റിക്ക് സർവീസ് ചെയ്യാൻ കൊടുക്കാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദ primarily formed with the objective of offering some specific service to the society and not with the profit motive only. പ്രോഫിറ്റ് മേക്കിംഗ് എന്ന് പറയുന്നത് മാത്രമല്ല അവരുടെ എയിം എന്ന് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ വിളിക്കും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. And such organizations include educational institution, public medical organizations, social club, charitable trust, trade union, cultural club like Rotary or Lions Club, etc. അതായത് നമ്മൾ ഈ പറഞ്ഞ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സം എക്സാമ്പിൾസ് പറഞ്ഞാൽ തന്നെ നമ്മളുടെ സ്കൂൾസ്, അല്ലെ? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പബ്ലിക് മെഡിക്കൽ ഓർഗനൈസേഷൻ മീൻസ് ഹോസ്പിറ്റൽസ്, സോഷ്യൽ ക്ലബ്ബുകൾ, ചാരിറ്റബിൾ ട്രസ്റ്റുകൾ, ട്രേഡ് യൂണിയനുകൾ, ദെൻ കൾച്ചറൽ ക്ലബ്ബുകൾ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ നമുക്ക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആയിരിക്കുമ്പോൾ സൊസൈറ്റിക്ക് എന്തെങ്കിലും ഒരു സർവീസും കൂടെ ചെയ്ത് കൊടുക്കാം, ദെൻ സൈഡിൽ കൂടെ നമുക്ക് കുറച്ച് പ്രോഫിറ്റ് ഏൺ ചെയ്യാം എന്നുള്ള ഓർഗനൈസേഷൻ, നമ്മളുടെ ബിസിനസ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇനി ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ട് നമുക്ക് എന്തെല്ലാം ഐറ്റംസ്, അതായത് ആ ഒരു സ്ഥാപനത്തിൽ എന്തെല്ലാം തരത്തിലുള്ള എക്സ്പെൻസുകളും ഇൻകവും ഒക്കെ നമുക്ക് ഇൻക്വയറി ചെയ്യേണ്ടി വരാം, അല്ലെ? ദ ഐറ്റംസ് ഓഫ് ഇൻകംസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ട് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഫൈനൽ അക്കൗണ്ട്സിന്റെ പ്രോബ്ലംസ് ചെയ്തു. അപ്പോ ഫൈനൽ അക്കൗണ്ട്സിന്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ട പോലെ, നമ്മൾ മനസ്സിലാക്കിയ പോലെ ഉള്ള എക്സ്പെൻസസ് ആൻഡ് ഇൻകം നേച്ചേഴ്സ് ആയിരിക്കില്ല എവിടെയും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ വരിക. അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പേരുകൾ, പുതിയ വേർഡുകൾ നമുക്ക് ഈ പറഞ്ഞ ചാപ്റ്ററിൽ പരിചയപ്പെടാം. ഇങ്ങനെയുള്ള എക്സ്പെൻസുകൾ ഉണ്ടോ, ഇങ്ങനെയൊക്കെ ഇൻകംസ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദീസ് ഓർഗനൈസേഷൻസ് ഗെറ്റ് ദർ ഫണ്ട് ഇൻ ദ ഫോം ഓഫ് കോൺട്രിബ്യൂഷൻസ്. അതായത് ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഫണ്ട് ജനറേറ്റ് ചെയ്യുക ഏതൊക്കെ വിധേനയായിരിക്കും? ഫോർ ദ ഫോം ഓഫ് കോൺട്രിബ്യൂഷൻസ് ബൈ എ വേ ഓഫ് എൻട്രൻസ് ഫീ, ലൈഫ് മെമ്പർഷിപ്പ് ഫീ. അതായത് ക്ലബിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ നമ്മൾ മെമ്പർഷിപ്പ് കൊടുക്കണം, ഇല്ലേ? അപ്പൊ മെമ്പർഷിപ്പ് ഫീ, ആനുവൽ സബ്സ്ക്രിപ്ഷൻസ്, ഡൊണേഷൻസ്, ഗ്രാന്റ്, ലെഗസി, ഇങ്ങനെയുള്ള പല പേരുകളിലായിരിക്കും നമ്മൾ കണ്ടുവരുന്നത് എക്സ്പെൻസുകളായിട്ടും ഇൻകംസ് ആയിട്ടും. Then the accounting of such organizations is based on similar principles followed by the
അതർ ഓർഗനൈസേഷൻസ്. അതായത് ഈ ഓർഗനൈസേഷൻസിൽ നമ്മൾ അക്കൗണ്ടിങ് ചെയ്യേണ്ടത് മറ്റു ഓർഗനൈസേഷൻസിൽ ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കും, സിമിലർ ആയിരിക്കും, ബട്ട് സെയിം ആയിരിക്കില്ല. എന്തൊക്കെയോ ചെറിയ വ്യത്യാസങ്ങൾ അപ്പൊ ഈ പറഞ്ഞ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ അക്കൗണ്ടിങ് പ്രൊസീജിയറിൽ ഉണ്ട് എന്നർത്ഥം. അപ്പൊ നമ്മൾ നേരത്തെ ഒരു പ്രോഫിറ്റ് ട്രേഡിംഗ് എൻറ്റിറ്റിയിലൊക്കെ ചെയ്ത പോലെ ട്രേഡിംഗ് P&L ബാലൻസ് ഷീറ്റ് ചെയ്ത് വരുന്നത് പോലെ ആയിരിക്കില്ല ഒരു NPOന്റെ അക്കൗണ്ട്സ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ എന്തൊക്കെ വ്യത്യാസങ്ങളായിരിക്കും ഉണ്ടാവുക? There are certain items of income and expenditure. അപ്പൊ നോക്കിയാൽ income and expenditures which are unique for the non-trading entity. ഒരു നോൺ ട്രേഡിംഗ് എൻറ്റിറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ യുണീക്ക് ആയിട്ടുള്ള വ്യത്യസ്തപരമായിട്ടുള്ള ഇൻകവും എക്സ്പെൻസുകളായിരിക്കും നമുക്ക് ഇൻക്വയറി ചെയ്യേണ്ടി വരിക. ഇപ്പൊ ഇൻകം ആണെങ്കിൽ തന്നെ ഏതൊക്കെ രീതിയിലായിരിക്കും, ഏതൊക്കെ പേരുകളിലായിരിക്കും? ഡൊണേഷൻസ്, എൻട്രൻസ് ഫീ. എൻട്രൻസ് ഫീ മീൻസ് എന്താണ്? നമുക്ക് ഈ ക്ലബിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥാപനത്തിലേക്ക് എൻട്ര ചെയ്ത് മെമ്പർ ആകണമെങ്കിൽ നമ്മൾ എൻട്രൻസ് ഫീ കൊടുക്കേണ്ടി വന്നേക്കാം അല്ലെ. സബ്സ്ക്രിപ്ഷൻസ്, എല്ലാ വർഷാവർഷവും നമ്മൾ ഈ പറഞ്ഞ മെമ്പറായിട്ട് നിലനിൽക്കാൻ വേണ്ടി നമുക്ക് സബ്സ്ക്രിപ്ഷൻസ് വേണ്ടി വരാം. ദെൻ ഗ്രാന്റ് റിസീവ് ചെയ്യാം. ദെൻ ഇങ്ങനെ ഇത്തരത്തിലുള്ള രീതിയിലാണ് നമ്മൾക്ക് ഇൻകം ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ജനറേറ്റ് ആവാം. ദെൻ എക്സ്പെൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ്? ഓരോ ഈവന്റ് കണ്ടക്ട് ചെയ്യാം, പ്രൈസുകൾ കൊടുക്കാം, ടൂർണമെന്റ് എക്സ്പെൻസുകൾ വരാം. ദെൻ അപ്കീപ്മെന്റ് ഓഫ് ഗ്രൗണ്ട്സ്, ഗ്രൗണ്ട് മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് സർവീസുകൾ വരാം. ഇത്തരത്തിലുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചേഴ്സ് ആണ് നമുക്ക് ജനറേറ്റ് ആവുന്നത്. അപ്പൊ എൻട്രൻസ് ഫീ മീൻസ് ദീസ് ആർ റിസീവ്ഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ ന്യൂ മെമ്പർ ആൻഡ് ദസ് ആർ വൺ ടൈം ഫീസ്. വെരി ഇമ്പോർട്ടൻറ്റ്. എൻട്രൻസ് ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രൻസ് ഫീസ് മീൻസ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ ന്യൂ മെമ്പർ. ഒരു ക്ലബിൽ നമ്മൾ പുതിയൊരു മെമ്പറായിട്ട് നമ്മൾ ചേരേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു NPOയിലേക്ക് നമ്മളൊരു പുതിയ മെമ്പറായിട്ട് ചാർജ് എടുക്കേണ്ടി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ന്യൂ മെമ്പറായിട്ട് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അഡ്മിഷന്റെ സമയത്ത് കൊടുക്കേണ്ട ഒരു ഫീ ആണ് എൻട്രൻസ് ഫീ. അത് വൺ ടൈം ഫീ ആണ്. അതെന്തല്ല? റിപ്പീറ്റിംഗ് അല്ല, നോൺ റെക്കറിംഗ് ആണ്. നോൺ റെക്കറിംഗ് മീൻസ് നോൺ റിപ്പീറ്റിംഗ് നേച്ചറേ അല്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് കുഡ് ബി എയ്തർ ക്യാപിറ്റലൈസ്ഡ് ആസ് ദേ ആർ നോട്ട് റിക്കറിംഗ് ഓർ ടേക്കൺ ആസ് റവന്യൂ ആസ് പെർ ദ റൂൾസ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. There's a view that addition of member is an ongoing activity and thus every year the institute will get entrance fees, so it may be taken as normal revenue receipt. അതായത് വൺസ് നമ്മൾ നോൺ റിക്കറിംഗ് ആയതുകൊണ്ട് തന്നെ റിപ്പീറ്റിംഗ് ആയതെല്ലാം റവന്യൂവും, റിപ്പീറ്റിംഗ് അല്ലാത്തതെല്ലാം എല്ലാ എക്സ്പെൻസും എന്തായിരിക്കും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ആയിരിക്കും. അപ്പൊ റിപ്പീറ്റിംഗ് നേച്ചർ ആണെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചറും ആയിരിക്കും. അപ്പൊ റിപ്പീറ്റിംഗ് നേച്ചർ അല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതലും ഇത് എന്താണ്? ക്യാപിറ്റലൈസ്ഡ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെ റൂൾസ് വെച്ചിട്ട് അത് റവന്യൂ ആവാനും ചാൻസ് ഉണ്ട്. ദർ ഇസ് എ വ്യൂ ദാറ്റ് അഡീഷൻ ഓഫ് എ മെമ്പർ, അതായത് പുതിയ മെമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു ഓൺഗോയിങ് ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എവരി ഇയറിൽ എല്ലാ വർഷവും അപ്പൊ എന്താകും? എല്ലാ വർഷവും ഇപ്പൊ അവർക്ക് എൻട്രൻസ് ഫീ കിട്ടില്ലേ? ഒരു പുതിയ മെമ്പേഴ്സിനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു ഓൺഗോയിങ് ആക്ടിവിറ്റി ആണെങ്കിൽ എല്ലാ വർഷവും എൻട്രൻസ് ഫീ ഉണ്ടാവും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിനെ എന്താക്കാം? നോർമൽ റവന്യൂ റെസിപ്റ്റ് ആക്കി മാറ്റാം. ദെൻ സെക്കൻഡ് വൺ ഡൊണേഷൻ ആണ്. They could be used for meeting capital or revenue expense if the donations are, yes, ഇതാണ് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ കൂടുതൽ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഡൊണേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിസീവ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ, ഒരു ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട്, ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഡൊണേഷൻ എന്ന് പറയുകയാണെങ്കിൽ the amount is credited to a fund which the amounts are disbursed. The fund may be invested in a specified securities. Income from such investment is credited to the fund account only. Small donation amounts which are not earmarked for any special purpose may be treated as a revenue receipt. ഡൊണേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് കിട്ടിയ ഒരു ഡൊണേഷൻ ആണെങ്കിൽ, ഒരു പർപ്പസ് ഇന്നൊരു കാര്യം ചെയ്യാനായിട്ട് മാത്രം കിട്ടിയ ഡൊണേഷൻ ആണെങ്കിൽ അത് ആ പർപ്പസിന് വേണ്ടി മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. സോ നമുക്കത് ക്യാപിറ്റൽ നേച്ചർ ആയിരിക്കും. ഇനി അല്ലാതെ ചെറിയ ചെറിയ എമൗണ്ടുകളായിട്ട് നമുക്ക് ഡൊണേഷൻസ് കിട്ടാറുണ്ട്. ആ ഡൊണേഷൻ നമുക്ക് എപ്പോഴും റിപ്പീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ റവന്യൂ എക്സ്പെൻസ് ആയിട്ട് റവന്യൂ റെസിപ്റ്റ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷം എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് കിട്ടിയ ഡൊണേഷൻ ആണെങ്കിൽ അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. അടുത്തത് ലെഗസി ആണ്. വാട്ട് ഈസ് ലെഗസി?
What is legacy? Legacy means many times trust are formed in the memory of certain persons by their will. In such case, after the demise of the person, the fund person. Legacy means ഇന്ന ആളുടെ എൻ്റെ മരണശേഷം ഈ എൻ്റെ വസ്തു അല്ലെങ്കിൽ എൻ്റെ പ്രോപ്പർട്ടി ഞാൻ ട്രസ്റ്റിന് കൈമാറുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ ലെഗസിയാണ്, വില്ലാണ്, വിൽപത്രമാണ് അല്ലെ. എൻ്റെ മരണശേഷം അപ്പൊ അത് ആർക്കുള്ളതാണ്? ആ NPO അല്ലെങ്കിൽ ആ ചാരിറ്റബിൾ ട്രസ്റ്റിനുള്ളതാണ്. അപ്പൊ ലെഗസി എന്ന് പറയുന്നത് കൂടുതലും അപ്പൊ എന്തായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാം? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ ഫണ്ട്. അപ്പൊ എൻട്രൻസ് ഫീ റിപ്പീറ്റിംഗ് നേച്ചർ അല്ലെങ്കിൽ അത് ക്യാപിറ്റൽ ഫണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. നമുക്കറിയില്ലേ, ഒരു നോർമൽ ഒരു ട്രേഡിംഗ് എൻറ്റിറ്റിയിൽ അത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിക്കോട്ടെ, പാർട്ട്ണർഷിപ്പ് ആയിക്കോട്ടെ, നമ്മൾ ഫണ്ട് ജനറേറ്റ് ചെയ്യുക പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൂലമാണ് അല്ലെ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന പേരിൽ ക്യാഷോ അല്ലെങ്കിൽ മറ്റ് കൈൻഡുകളോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൂലമാണ് ക്യാപിറ്റൽ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുക. അപ്പൊ കോൺട്രിബ്യൂഷൻ വേണം ആര്? പാർട്ട്നേഴ്സ്. ബട്ട് ഹിയർ NPO ആയതുകൊണ്ട് മെമ്പേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ അല്ല ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. മെമ്പേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ അല്ല. എന്ത് കോൺട്രിബ്യൂഷൻ? മെമ്പേഴ്സ് അതിനായിട്ട് ഇൻവെസ്റ്റിംഗ്, അങ്ങനെയല്ല. മെമ്പേഴ്സിന്റെ എൻട്രൻസ് ഫീ ക്യാപിറ്റൽ ഫണ്ട് ആകാം. ഇനി സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി കിട്ടുന്ന ഡൊണേഷൻസ് ക്യാപിറ്റൽ ഫണ്ട് ആയി മാറും. എന്ന് പറഞ്ഞിട്ട് ജനറേറ്റ് ചെയ്യണ സ്മോൾ ഡൊണേഷൻസ് അല്ല, വലിയ വലിയ എമൗണ്ടുകൾ അത് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ അതെന്താവും? ക്യാപിറ്റൽ ഫണ്ടുകളായി മാറും. ദെൻ ലെഗസി, ഇങ്ങനെയാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ക്യാപിറ്റൽ ജനറേറ്റ് ആവാം. അല്ലാതെ ട്രേഡിംഗ് എൻറ്റിറ്റീസിനെ പോലെ അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സുകൾ പോലെ പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടല്ല എന്ത്, പാർട്ട്നേഴ്സ് ഇത്ര എമൗണ്ട് ഇത്ര പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഇത്ര ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞതുപോലെ അല്ല നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ. സോ ലെഗസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണശേഷം ഇന്ന ആൾക്ക് അല്ലെ നമ്മുടെ വിൽപത്രം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതും നമുക്ക് എന്താണ്? ക്യാപിറ്റൽ ഫണ്ടാണ്. കാരണം അത് ആർക്കുള്ളതാണ്? അത് ആ ഓർഗനൈസേഷനുള്ള പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് അതെന്താണ്? ക്യാപിറ്റൽ ഫണ്ടാണ്. ഇനി എന്താണ് എൻഡൗമെന്റ് എന്ന് പറഞ്ഞാലോ? Endowment means some donations are also in the form of endowments to be used as per the instruction of the donor. അതായത് ഒരു ഫണ്ട് നമുക്ക് ഡൊണേഷൻ എന്ന പേരിൽ കിട്ടിയിട്ട് ആ ഡൊണേഷൻ കിട്ടിയ എമൗണ്ട് ഡോണറുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ കഴിയുന്നുള്ളൂ എങ്കിൽ അത് നമ്മൾ എൻഡൗമെന്റ് എന്ന് പറയും. അതും നമ്മളുടെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് ക്യാപിറ്റൽ ഫണ്ട് ആയിട്ട് മാറും. ദെൻ ഇനി എന്താണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, this could be used as a capital receipt and every year a charge is debited based on some logic. In other words, when received, it could be treated as deferred receipt in the balance sheet and every year a specific amount is credited to income and expenditure account. എന്ന് പറഞ്ഞാൽ ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ടൈം മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് വൺസ് നമ്മളിപ്പോൾ ഒരു ക്ലബിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ആ മെമ്പർ അഡ്മിഷൻ എടുക്കാൻ സമയത്ത് കൊടുക്കുന്ന ഫീസാണ് എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞാൽ. അതിനുശേഷം ഒരു വലിയ തുകയായിട്ട് ലൈഫ് ടൈം മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ആണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറഞ്ഞാൽ. അത് വൺസ് ഒരിക്കൽ മാത്രം കൊടുക്കുന്ന എമൗണ്ട് ആണ്. ഏതുപോലെ തന്നെ എൻട്രൻസ് ഫീ പോലെ തന്നെ. അപ്പൊ അതൊരു വലിയ തുക ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ എന്തായിട്ട് മാറ്റാം? ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് മാറ്റാം. യെസ്, ഇനി അല്ല, രണ്ട് രീതിയിൽ നമുക്ക് അതിനെ ചെയ്യാനായിട്ട് പറ്റും. ഒന്നുകിൽ നമുക്ക് ഈ ഒരു വലിയ തുക കിട്ടുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആക്കി മാറ്റാം. അല്ല എങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാം? നമുക്കതിനെ ഡെഫേർഡ് റെസിപ്റ്റ് ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ട് ഓരോ വർഷവും നമുക്ക് എന്ത് ചെയ്യാം? പാർട്ടായിട്ട് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും കാണിക്കാം. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ക്യാപിറ്റൽ ഫണ്ടായിട്ട് കാണിക്കാം. ഇല്ലെങ്കിൽ ഡെഫേർഡ് റെസിപ്റ്റ് ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ട് ചെറിയ ചെറിയ തുകയായിട്ട് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ ഇൻകം ആയിട്ട് ഓരോ വർഷവും പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻകം ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ലൈഫ് മെമ്പർഷിപ്പ് ഫീനെ ഇല്ലാണ്ടാക്കാനും പറ്റും. ഓരോ തവണ ഇൻകം ആയിട്ട് കാണിക്കുമ്പോൾ അവിടെ ബാലൻസ് ഷീറ്റ് അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഏതിനെ? ലൈഫ് മെമ്പർഷിപ്പ് ഫീന്. ഒന്ന് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് കാണിക്കാം. രണ്ടെന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ ആ വലിയൊരു തുകേനെ ബാലൻസ് ഷീറ്റിൽ ഡെഫേർഡ് റെസിപ്റ്റ് ആയിട്ട് കാണിച്ചിട്ട് പാർട്ടായിട്ട് നമ്മൾ ഏതിലേക്ക് എഴുതും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് ഇൻകം ആയിട്ട് കാണിക്കും. അങ്ങനെ അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യും. ലൈഫ് മെമ്പർഷിപ്പ് ഫീനെ ക്യാൻസൽ ചെയ്യും. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഈ രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ട്രീറ്റഡ് ആസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ്. ദെൻ സബ്സ്ക്രിപ്ഷൻ. എന്താണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ?
നമ്മൾക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ റെഗുലർ ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ട് പോകാനായിട്ട്, റെഗുലർ ആയിട്ട് റൺ ചെയ്ത് പോകാനായിട്ട് നമ്മളുടെ മെമ്പർ എല്ലാ വർഷവും കൊടുക്കേണ്ട ഫീസ് ആണ് സബ്സ്ക്രിപ്ഷൻ. അത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ട് എന്താണ്? ഇൻകം ആണ്, റെസിപ്റ്റ് ആണ്. റെഡി? ഇത്രയുമാണ് നമ്മളുടെ വെറൈറ്റി നെയിമുകൾ നമ്മൾ പഠിച്ചത്. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ട്രേഡിംഗ് P&L എന്നല്ല നമ്മൾ ഇനി പറയാ. കാരണം ദർ ഇസ് നോ ട്രേഡിംഗ് ആക്ടിവിറ്റി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പറയും നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടുമാണ്. ദെൻ ഫൈനലി നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും? ബാലൻസ് ഷീറ്റ്. അപ്പൊ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ദെൻ ബാലൻസ് ഷീറ്റ്. ഇനി എന്താണ് ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത്? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ്. അപ്പൊ ഇനി എങ്ങനെയാണ് നമ്മളുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മളുടെ ഫൈനൽ അക്കൗണ്ട്സിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് പാർട്ടാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. അതിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. This is a summarized form of the cash book of a non-profit organization. അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ സമ്മറൈസ്ഡ് ഫോം ഓഫ് ക്യാഷ് ബുക്ക് ആണ്. യെസ്, എന്താണ്? ക്യാഷ് ബുക്ക്. അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തിന്റെ ക്യാഷ് ബുക്കിന്റെ ഒരു സമ്മറൈസ്ഡ് ഫോം മാത്രമാണ് എന്തെന്ന് പറയുന്നത്? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്. ഓർത്ത് വെച്ചോ, എന്തിന്റെയാണ്? ക്യാഷ് ബുക്കിന്റെയാണ്. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നുള്ളതാണെങ്കിൽ ഇവിടെ ട്രേഡിംഗിന് പകരം നമ്മൾ പ്രിപ്പയർ ചെയ്യും റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആൻഡ് ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ഓക്കെ, ready? Then the entries are made on cash basis. അതായത് എൻട്രീസ് അവിടെ നമ്മൾ എൻട്രി ചെയ്യണത് ഏത് ബേസിസിലാണ്? ക്യാഷ് ബേസിസിലാണ്. അതുകൊണ്ട് തന്നെ ഐറ്റംസ് പെർട്ടേണിംഗ് ടു ക്യാഷ് ബേസിസിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയും കൂടെയാണ് പ്രീവിയസ് ഇയർ ഐറ്റം ആയാലും കറണ്ട് ഇയർ ഐറ്റം ആയാലും ഇനി സബ്സീക്വന്റ് ഇയർ ഐറ്റം ആയാൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. കാരണം നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്ന ബേസ് ഏതാണ്? ക്യാഷ് ബേസിസ്. ക്യാഷ് കിട്ടിയാൽ ഇൻകം ആയിട്ട് ക്യാഷ് ഈ വർഷം കിട്ടിയോ, നമ്മൾ റെക്കോർഡ് ചെയ്യും. ഈ നമ്മൾക്ക് എക്സ്പെൻസ് ആയിട്ട് ഇത്ര രൂപ ക്യാഷ് എക്സ്പെൻഡഡ് ആയി പോയോ, നമ്മൾ റെക്കോർഡ് ചെയ്യും. കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്ത് അക്കൗണ്ട് ആണ്? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ്. Then it is a memorandum account in which the receipts are shown as on left side and payments are shown on the റൈറ്റ് സൈഡ്. അതായത് നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തപ്പോ നമ്മൾ എങ്ങനെയായിരുന്നു? ഡെബിറ്റ് സൈഡിൽ ഓൾ റെസിപ്റ്റുകളും ക്രെഡിറ്റ് സൈഡിൽ ഓൾ പേയ്മെന്റ്സുമാണ്. സെയിം റൂൾ തന്നെ, സെയിം എഫക്റ്റ് തന്നെ നമ്മുടെ റെസിപ്റ്റും പേയ്മെന്റ്സ് അക്കൗണ്ടിൽ എങ്ങനെയാണ്? റെസിപ്റ്റും പേയ്മെന്റും എങ്ങനെ? റെസിപ്റ്റ് ആർ ഷോൺ ഓൺ ദ ലെഫ്റ്റ് സൈഡ്, ഈ സൈഡ്. ദെൻ റൈറ്റ് സൈഡിൽ ഏതുമാണ്? പേയ്മെന്റും ആണ്. ക്യാപിറ്റൽ ആസ് വെൽ ആസ് അനദർ വൺ. Capital as well as revenue items are entered in the receipt and payment account. Receipt and payment accountൽ നമ്മൾ P&L അക്കൗണ്ടിലെ റൂൾ എന്തായിരുന്നു? നോമിനൽ അക്കൗണ്ടുകൾ മാത്രമേ റെക്കോർഡ് ചെയ്യപ്പെടത്തുള്ളൂ. ക്യാപിറ്റൽ ദെൻ നോമിനൽ അക്കൗണ്ടുകൾ മാത്രമേ റെക്കോർഡ് ചെയ്യപ്പെടുള്ളൂ. ദെൻ അല്ലാതെ തന്നെ എന്തായിരുന്നു റൂള്? ക്യാപിറ്റൽ നേച്ചർ ഐറ്റംസ് ഒന്നും എവിടെ റെക്കോർഡ് ചെയ്യില്ല? P&L അക്കൗണ്ട് റെക്കോർഡ് ചെയ്യില്ല. P&L ഉള്ളി റവന്യൂ നേച്ചേഴ്സ് മാത്രമുള്ള ഐറ്റംസ് മാത്രമേ റെക്കോർഡ് ചെയ്യണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ റവന്യൂ അക്കൗണ്ട് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമുക്ക് പിന്നെ P&L ഒരു പ്രത്യേകതയും കൂടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? കറണ്ട് ഇയർ ഐറ്റംസ് മാത്രമേ P&L റെക്കോർഡ് ചെയ്യുള്ളൂ. നോമിനൽ ഐറ്റംസ് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് റവന്യൂ ഐറ്റംസ് മാത്രമേ P&L റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ക്യാഷ് ബുക്കിന്റെ സമ്മറി ആയതുകൊണ്ട് തന്നെ ക്യാഷ് ഏത് വർഷത്തെ എമൗണ്ട് ആയിക്കോട്ടെ, ഇന്ന് ഈ വർഷം കിട്ടിയോ റെക്കോർഡ് ചെയ്യും, ഈ വർഷം ഇത്ര ക്യാഷ് പോയോ അതും റെക്കോർഡ് ചെയ്യും. സോ പ്രീവിയസ് ഇയർ, കറണ്ട് ഇയർ, സബ്സീക്വന്റ് ഇയർ ഒരു വ്യത്യാസവും ഇല്ല, റെക്കോർഡ് ചെയ്യും. ദെൻ ക്യാപിറ്റൽ നേച്ചർ ആയാലും റെക്കോർഡ് ചെയ്യും, റവന്യൂ നേച്ചർ ആയാലും നമ്മൾ റെക്കോർഡ് ചെയ്യും. എവിടെ? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ. കാരണം ദിസ് അക്കൗണ്ട് ഈസ് റിയൽ അക്കൗണ്ട് ഇൻ നേച്ചർ, ദോ നോട്ട് നോമിനൽ അക്കൗണ്ട്, ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട് ഇൻ നേച്ചർ. അപ്പൊ P&L എന്ന് പറഞ്ഞത് എന്തായിരുന്നു? നോമിനൽ അക്കൗണ്ട് ആയിരുന്നു. പക്ഷെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് ആണ്. നോ പ്രൊവിഷൻസ് റെക്കോർഡഡ്. നമുക്ക് അറിയാം അല്ലെ, കാരണം ക്യാഷ് ബേസിസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല?
ക്യാഷ് ബേസിസ് ആയതുകൊണ്ട് തന്നെ അവിടെ പ്രൊവിഷൻസ് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യില്ല, നമ്മൾ ഈ പറഞ്ഞ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്സിൽ റെക്കോർഡ് ചെയ്യില്ല. ഇനി ഈ അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ടായിരിക്കും? ക്യാഷ് ആൻഡ് ബാങ്കിന്റെ ഓപ്പണിംഗ് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ദെൻ അതേപോലെ തന്നെ ക്യാഷ് ആൻഡ് ബാങ്കിന്റെ ക്ലോസിംഗ് ആയിരിക്കും നമ്മളുടെ ഈ പറഞ്ഞ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പണിംഗ് നമ്മൾ ക്യാഷ് ആൻഡ് ബാങ്ക് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻഡിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും? ക്യാഷ് ആൻഡ് ബാങ്കിന്റെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും. റെഡി? ദെൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നമ്മൾ നോക്കുക വേണ്ട. ഫോർമാറ്റ് പഠിച്ച് അത് അതേപടി ഛർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല, അത് ഫോളോ ചെയ്യേണ്ട. എനിക്ക് ഇഷ്ടമല്ല, ഞാൻ പഠിപ്പിക്കത്തുമില്ല. അങ്ങനെ പഠിച്ചാൽ നമുക്ക് ഒരു ബേസും ഇല്ലാണ്ടായി പോവും. നമുക്ക് ഇത്രയും റൂള് നമ്മളിപ്പോൾ പഠിച്ചു. ഈ റൂള് വെച്ചിട്ട് നമ്മളുടെ കയ്യിൽ കിട്ടുന്ന ട്രാൻസാക്ഷൻസ് ഈ റൂള് പാലിച്ചുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയോ? അപ്പോഴാണ് നമ്മളുടെ വിജയം. അല്ലാതെ ഫോർമാറ്റ് പഠിച്ചിട്ട് പരിപാടി ഇല്ല കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫീച്ചർ എന്താണ്? ഇറ്റ് ഇസ് എൻ അക്കൗണ്ട് ഓഫ് ഓൾ കണ്ടെയ്ൻസ് ഓൾ. നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്? ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണ്, മെമ്മോറാണ്ടം അക്കൗണ്ട് ആണ്, റിയൽ അക്കൗണ്ട് ആണ്, അല്ലെ? നോമിനൽ അക്കൗണ്ട് അല്ല, റിയൽ അക്കൗണ്ട് ആണ്. ഓപ്പൺ ചെയ്യേണ്ടത് തന്നെ ഇതിന്റെ ബാലൻസ് വെച്ചിട്ടാണ്, ക്യാഷ് ആൻഡ് ബാങ്കിന്റെ ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏതിന്റെ സമ്മറിയാണ്? ക്യാഷ് ബുക്കിന്റെ സമ്മറിയാണ്. സമ്മറി ഓഫ് ഓൾ ക്യാഷ് റിസീവ്സ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ആണ്. അതായത് ഇവിടെ പറയാണ് ക്യാഷ് ബുക്കിന്റെ സമ്മറി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഏത് രീതിക്കുള്ള ക്യാപിറ്റൽ റെസിപ്റ്റ് വന്നാലും റവന്യൂ റെസിപ്റ്റ് വന്നാലും ക്യാപിറ്റൽ പേയ്മെന്റ് വന്നാലും റവന്യൂ പേയ്മെന്റ് വന്നാലും ഒക്കെ നമുക്ക് എന്താണ് അപ്പം നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞു എല്ലാ വർഷവും ഈ മെമ്പർ നമ്മളുടെ NPO റൺ ചെയ്ത് കൊണ്ടുപോകാൻ റെഗുലർ ആയിട്ട് നമുക്ക് പ്രവർത്തിച്ചു വരാനായിട്ട് നമ്മൾ കൊടുക്കുന്ന മെമ്പർ കൊടുക്കുന്ന NPO കൊടുക്കുന്ന ഫീസാണ് സബ്സ്ക്രിപ്ഷൻ. ആ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് NPOനെ സംബന്ധിച്ചിട്ട് റെഗുലർ ഇൻകം ആണ്. റെഗുലർ ഇൻകം. അപ്പോൾ അത് നമുക്ക് എന്താണ്? റവന്യൂ റെസിപ്റ്റ് ആണ്. ഇനി നമുക്ക് പൊക്കോട്ടെ, അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളുടെ NPOയിൽ ഒരു ഫേർണിച്ചർ ഉണ്ടായിരുന്നു. ആ ഫേർണിച്ചർ നമ്മൾ വിറ്റു. ആ ഫേർണിച്ചർ വിൽക്കുക എന്ന് പറഞ്ഞാൽ ഫേർണിച്ചർ വിൽക്കുക എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അത് നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യും. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിൽ അതും റെക്കോർഡ് ചെയ്യും. കാരണം ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ദെൻ ഇനി while recording the cash and bank transactions all are made on cash receipt. നമ്മൾ P&L അക്കൗണ്ടിൽ അക്രൂവൽ ബേസിസ് ആണ് ഫോളോ ചെയ്യാറ്. അക്രൂവൽ ബേസിസ്, അതായത് ഈ വർഷത്തെ എക്സ്പെൻസ് അതാത് വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും അതാത് വർഷത്തെ ഇൻകം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ P&L അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. കറന്റ് ഇയർ ഐറ്റംസ് മാത്രം റെക്കോർഡ് ചെയ്യും. അതും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കറന്റ് ഇയർ എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻകം ആണോ അത് കറന്റ് ഇയറിൽ തന്നെ റെക്കോർഡ് ചെയ്യും. ബട്ട് ഹിയർ നമ്മൾ ഫോളോ ചെയ്യുന്നത് ക്യാഷ് ബേസിസ് ആണ്. അപ്പോൾ ഏത് വർഷത്തെ ക്യാഷ് കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യും? കറന്റ് ഇയറിൽ റെക്കോർഡ് ചെയ്യും. ഇനി നെക്സ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് പാർട്ട് ആണ് എന്ത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആർ സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സിമിലർ ഫോം തന്നെയാണ്. അതായത് ദിസ് ഇസ് ദ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. ആസ് ദ നെയിം സജസ്റ്റ് ഓൺലി റവന്യൂ ഐറ്റംസ്. യെസ് അതായത് ഇവിടെ എന്ത് മാത്രമാണ്? റവന്യൂ ഐറ്റംസ് മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് റവന്യൂ ഇൻകവും റവന്യൂ നേച്ചർ ഓഫ് ഇൻകവും റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സും മാത്രമാണ് റെക്കോർഡ് ചെയ്യാം. ദെൻ നമ്മൾ P&L അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുക എങ്ങനെയായിരുന്നു? ഇവിടെ ഇങ്ങനെ ഒരു P&L അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മളുടെ എക്സ്പെൻസുകളെല്ലാം വരും. അങ്ങനെയായിരുന്നോ? നോ. എങ്ങനെയായിരുന്നു? P&L അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ അല്ലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിരുന്നു. ഇവിടെ ഇൻഡയറക്റ്റ് ഇൻകോ ആയിരുന്നു. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ ഇൻകോ, ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസും ആയിരുന്നു. അതേപോലെ തന്നെ സെയിം എഫക്റ്റിൽ നമ്മളിവിടെ പറയാണ് ഇൻകംസ് ആർ റെക്കോർഡഡ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് while the expenses are recorded on the debit side. Same as എന്തുപോലെ തന്നെ നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്താണ് ഫോളോ ചെയ്യേണ്ടത്? അക്രൂവൽ കോൺസെപ്റ്റ് ആണ്. കറന്റ് ഇയർ ഐറ്റംസ് മാത്രമേ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ. നമ്മളുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കറന്റ് ഇയർ ഐറ്റംസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. അതും ഏത് ബേസിൽ? അക്രൂവൽ ബേസിൽ. അതാത് വർഷത്തെ എക്സ്പെൻസ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും റെക്കോർഡ് ചെയ്യും. ഇൻകവും അതേപോലെ തന്നെ.
Then this account should reflect only the items that they are pertaining to current period, current year items മാത്രമേ നമ്മളുടെ എവിടെ വരത്തുള്ളൂ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരുള്ളൂ. Then the balance of this account shows either surplus or deficit. അതായത് നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ട് നമുക്ക് കിട്ടുക ഒന്നെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ആണ്. അതേപോലെ തന്നെ ഈ അക്കൗണ്ടിന്റെ ബാലൻസ് നമ്മളോട് കാണിക്കുന്നത് എന്താണ്, ഒന്നുകിൽ സർപ്ലസ് ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഡെഫിസിറ്റ് ആയിരിക്കും. ഇൻകം ആണ് കൂടുതലെങ്കിൽ എക്സസ് ഓഫ് ഇൻകം, അതൊന്നും നിങ്ങളോട് പറയേണ്ടത് തന്നെ ആവശ്യമില്ല. എക്സസ് ഓഫ് ഇൻകം ആണെങ്കിൽ നമുക്ക് സർപ്ലസും, എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അത് നമുക്ക് ഡെഫിസിറ്റും ആയിരിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് ഫോർമാറ്റ് ഒന്നും ഞാൻ തരില്ല. നമ്മളുടെ റൂള് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇറ്റ് ഈസ് ബൈ നേച്ചർ ഓഫ്, ഇതൊക്കെ നമുക്ക് MCQന് അറിയണം കേട്ടോ. ഇറ്റ് ഈസ് ബൈ നേച്ചർ ഓഫ് നോമിനൽ അക്കൗണ്ട് ആണ്. അത് ഓൾ എക്സ്പെൻഡിച്ചേഴ്സ് ഓഫ് റവന്യൂ നേച്ചർ ആർ ഡെബിറ്റഡ് ഓൺ അക്രൂവൽ. ഓൾ റവന്യൂ ഇൻകംസ് അക്രൂവൽ ബേസിൽ ക്രെഡിറ്റ് ചെയ്യും. ഓൾ ക്യാപിറ്റൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എക്സ്ക്ലൂഡഡ് ആണ്. റവന്യൂ ഐറ്റംസ് മാത്രമാണ് അല്ലെ, അതുകൊണ്ട് ഇവിടെ റവന്യൂ എന്ന് പറയുന്നത്. റവന്യൂ നേച്ചർ മാത്രമേ ഉള്ളൂ, ക്യാപിറ്റൽ നേച്ചർ എന്താണ്, എക്സ്ക്ലൂഡഡ് ആണ്. ദെൻ ഓൺലി കറന്റ് ഇയർ ഐറ്റംസ് മാത്രമേ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് അല്ലെങ്കിൽ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആനുവൽ ഡിപ്രീസിയേഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, റെക്കോർഡ് ചെയ്യാറുണ്ട്. അത് നമ്മൾ പി ആൻഡ് എല്ലാം റെക്കോർഡ് ചെയ്യാറുണ്ട് അല്ലെ. അതായത് അസറ്റ് വിറ്റ് കിട്ടുന്നത് ലാഭമായാലും നഷ്ടമായാലും നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാറുണ്ട്. അതേപോലെ നമുക്ക് എവിടെയും റെക്കോർഡ് ചെയ്യാം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും റെക്കോർഡ് ചെയ്യാം. ദെൻ നമുക്ക് കിട്ടുന്ന റിസൾട്ട് സർപ്ലസ് ആവാം, ഡെഫിസിറ്റ് ആവാം. ദെൻ തേർഡ് വൺ, ഫൈനൽ അക്കൗണ്ട്സിന്റെ തേർഡ് വൺ എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് ആണ്. ഒന്നും പറയേണ്ട ആവശ്യമില്ല. ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ അക്കൗണ്ടിങ് പീരീഡിന്റെ ലാസ്റ്റ് പ്രിപ്പയർ ചെയ്യണതാണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രകാരം വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. ബട്ട് ദർ ഇസ് നോ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ഇല്ലല്ലേ, കാരണം മെമ്പേഴ്സ് എന്ത് ചെയ്യാറില്ല, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നടത്താറില്ല. പകരം അവർക്ക് എൻട്രൻസ് ഫീ, ലൈഫ് മെമ്പർഷിപ്പ് ഫീ ഒക്കെ ഉള്ളൂ. അതൊക്കെ ക്യാപിറ്റൽ നേച്ചർ ആകുവാണെങ്കിൽ നമുക്കത് ക്യാപിറ്റൽ ഫണ്ട് ആയിട്ട് മാറ്റാം. പിന്നെ എന്തൊക്കെ ക്യാപിറ്റൽ ഫണ്ട് ആക്കാം, നമ്മളുടെ സ്പെഷ്യൽ പർപ്പസിന് കിട്ടിയ ഡൊണേഷൻ, പിന്നെ എൻഡൗമെന്റ്സ്, പിന്നെ പറയുകയാണെങ്കിൽ എന്താണ് ലെഗസി, ഇതെല്ലാം നമുക്ക് എന്താക്കി മാറ്റാം, ക്യാപിറ്റൽ ഫണ്ടാക്കി മാറ്റാം. റെഡി? അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് വരുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രോബ്ലത്തിലേക്ക് കിടക്കണം. പ്രോബ്ലത്തിലേക്ക് മെല്ലെ 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 കിടക്കണം. അപ്പൊ അതിനു മുന്നേ നിങ്ങൾക്ക് ഇത്രയും തിയറി ആൻഡ് ഇതുവരെയുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് പക്കാ ക്ലിയർ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം.